ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റില് ഫസ്റ്റ് ഗസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. പത്തുമ്മ. ഹായ് പത്തുമ്മ. ഹായ് ഉണ്ണിക്കുട്ട. എന്തൊക്കെയുണ്ട്, സുഖാണോ? വളരെയധികം സുഖമായിരിക്കണം. ഓഹോ, ലൈഫില് നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? ഈ വർഷം കഴിഞ്ഞ് ഇനി അടുത്ത വർഷം ആവട്ടെ നല്ല കാര്യം നടക്കാൻ. 2025 എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞ അത് 2025 പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 25 പോലെ. ഓ വാ, ഇങ്ങനൊരു ഡെഫിനിഷൻ ഇതിൽ പറഞ്ഞതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് പത്തുമ്മ. അതെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കും 2024 പോലെ തന്നെ 2025 ഉണ്ടായിരുന്നു. വലിയ മാറ്റമൊന്നുമില്ല. അതെ, മാറ്റങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടോ? സൊല്യൂഷൻസ് ഇപ്പൊ ഇല്ലാത്ത ലൈഫ് ഇല്ലല്ലോ. അപ്പം അല്ല, അത് വരുമ്പോ വളരെയധികം നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പൊ പോഡ്കാസ്റ്റിലെ ഞാൻ പാത്തുമ്മ ഇൻവൈറ്റ് ചെയ്തത് തന്നെ ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ടായി. പാത്തുമ്മയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ബുക്ക് ആദ്യം വായിച്ചിട്ടുള്ളതെന്ന്. ബുക്കിന്റെ പേര് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. ഡിക്രൂണി ഡിക്രോച്ച എഴുതിയ ഡീപ് ഡിസൂസ. ഓ, അത് ഇപ്പൊ നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞാനാണ് വായിച്ചിട്ടുള്ളത്? വല്ല ആർട്ടിക്കിളിൽ നിന്നാണോ? യെസ്, അത് ഒരു വലിയൊരു മാധ്യമത്തിൽ ഞാൻ വായിച്ചതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് ഭയങ്കര റയർ ആണ്, കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ കിട്ടി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ. പറയൂ. ചില ചോദ്യങ്ങളിൽ ഉത്തരം പറയേണ്ട എനിക്ക് ആവശ്യമില്ല. ആ ബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറി പോയി കഴിഞ്ഞാലും കിട്ടില്ല. അത്യാവശ്യം നല്ല പൈസ ഒക്കെ കൊടുക്കണം. പിന്നെ യു നോ ദാറ്റ് ഐ ആം വെരി റിച്ച്. ഐ നോ. അപ്പൊ ഞാനെന്താ എന്റെ കുറച്ച് അതില് നോക്കി പിന്നെ എനിക്ക് അറിയാം ആ ബുക്കിൽ എന്താ കണ്ടന്റ് ഉള്ളതെന്ന്. ഞാനായിരുന്നു അത് എഴുതുന്ന ടൈമിൽ ഞാനായിരുന്നു കുറെ സാധനങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ഇപ്പൊ ആരും അത് വായിക്കാറില്ലെന്നൊക്കെയാണ് ഞാൻ പൊതുവെ അറിഞ്ഞത്. പക്ഷെ ഫേമസ് ബുക്കും കൂടെയാണ്, ബെസ്റ്റ് സെല്ലർ ബുക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും വായിക്കാറില്ല. കാരണം വാങ്ങിച്ച് വെച്ചിട്ട് അത് വായിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത കൂടുന്ന ഒരു ബുക്കായിട്ട് പൊതുവെ ഞാൻ ഇന്റർനെറ്റിൽ കണ്ടു. ഉള്ളതാണോ? സത്യമാണ്. എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബുക്കുകൾ എല്ലാരും ബുക്ക് എന്തിനാ വായിക്കാനോ എഴുതാനോ ഒക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെ ആരെങ്കിലും എഴുതിയ ബുക്ക് വായിക്കേണ്ട ആവശ്യം മറ്റുള്ളവർക്കില്ലല്ലോ. അവരെ എഴുതി വായിക്കട്ടെ. ഞാൻ അറിഞ്ഞത് വെച്ചൊരു ട്രെൻഡ് തന്നെ സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ ഒരു പ്ലാൻ ആയിരുന്നത്. കാരണം ബുക്ക് വിറ്റു പോവുകയും വേണം, പക്ഷെ ആരും വായിക്കുകയും ചെയ്യരുത്. അപ്പൊ വായിക്കാത്ത ബുക്കിനെ എന്തിനു വാങ്ങിക്കുന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി, ഐ മീൻ റൈറ്റ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില ഒച്ചകൾ ഉണ്ടാകും, അത് നോക്കണ്ട. കുഴപ്പമില്ല, മനസ്സിലായി. ഞാൻ എന്റെ നെക്സ്റ്റ് റൈറ്റിംഗിന് വേണ്ടിട്ട് പ്രിപ്പയർ ആയിക്കോട്ടെ. ഓ മൈ ഗോഡ്. സോ എവിടെ നിന്ന് കിട്ടി ഓതർ ഡിക്രൂണി ഡിക്രോച്ചെ പറ്റി ഒരു 4 വാക്ക്? ഡിക്രോണി ഡിക്രോച്ച പണ്ട് ഞാന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളായിരുന്നു. ഓ, ഞാൻ കണ്ടിട്ടുണ്ട്. സിക്രാനി സുക്രൂനി വഴി അക്രാനിക്ക് പോയ വഴികളൊക്കെ നമുക്ക് ഓർമ്മകളുണ്ട്. ഞാൻ പണ്ട് മറ്റേ ഇന്തോനേഷ്യ പോയ ടൈമിൽ പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു. പെട്ടെന്ന് ഒന്ന് ലണ്ടൻ വരെ വരുമോ, ഒരു സീരിയസ് കാര്യം സംസാരിക്കാനാണ്. എവിടെന്നാ കോള് വന്നേ? ലണ്ടനിൽ നിന്നോ? ഫോണിൽ നിന്ന്. ഓക്കെ, മനസ്സിലായി. അപ്പം എന്ത് ചെയ്യാനെന്ന് ഓർത്തപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ ഇന്തോനേഷ്യ കറങ്ങണം. പിന്നെ വിചാരിച്ചു എന്നെ വേണ്ടപ്പെട്ടവർ വിളിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ലണ്ടൻ വരെ പോയി. ആയിരുന്നു ആലിയ ഭട്ടിന്റെ കേക്ക് ഇല്ലേ, അത് കഴിക്കണം എന്ന് ആഗ്രഹം എനിക്ക് തോന്നി. അപ്പോഴാണ് ഗ്രേറ്റ് ആണല്ലോ. അവിടുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റേ ഡിക്രോണി ഡിക്കോച്ചനെ കണ്ടത്. ഞങ്ങൾ ഇടയ്ക്ക് ഡിക്കു റോണി എന്ന് അവനെ വിളിക്കും. ഡിക്രോണി വീട്ടിൽ വിളിക്കുന്ന ഡിക്രോണി. എനിക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാമല്ലോ. അത് കൊള്ളാം. അത് എന്റെ പേരും ഒരു ഉണ്ണിക്കുട്ടൻ എന്നാണേ. ഉണ്ണിക്കുട്ടാന്ന് വിളിക്കാം. ഓ, താങ്ക് യു. നിങ്ങളും വിളിക്കുമ്പോ ഒരു ഓമനത്തും തന്നെ എനിക്ക് അതിൽ കിട്ടുന്നുണ്ട്. ആണോ? ഡീപ് ഡിസൂസ എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്ത് പറയും?
എന്താണ് ആ ഡിപ് ഡിസൂസയെ പറ്റി ഇപ്പൊ ഒരാൾക്ക്, ഞാനൊരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഡിക്കോനി ഡിസൂസ. അതല്ല ഞാൻ ചോദിച്ചത്, ബുക്കിനെ പറ്റി ഒരാൾക്ക് ഇത് വായിക്കാൻ സാധ്യതയില്ല ആരും. അപ്പം ഞാൻ പറയില്ലേ, എന്റെ ബുക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ബുക്കിനെ കുറിച്ച് വായിക്കേണ്ടവർക്ക് വായിക്കാം, വായിക്കാത്തവർക്ക് വായിക്കണ്ട. ഓ വാവ്, ഇങ്ങനൊരു ഇത്രയും നല്ല രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളെ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം സ്വയമേ ഓൺ റൈറ്റിംഗ് നടത്തുന്നില്ല? നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ല, നിങ്ങൾ എന്തുകൊണ്ട് റൈറ്റിംഗ് ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ ബുക്ക് വായിക്കുന്നത് എഴുതാനും വായിക്കാനും ഒക്കെയാണ്. ഓ എനിക്ക് ഈ രണ്ട് സാധനവും ഇഷ്ടമില്ല. ഓ അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറുമല്ല. ഞാൻ നൈസ്. എന്തിനത് ചെയ്യണം? മറ്റുള്ളവർ ചെയ്യണ പോലെ ബുക്കിന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയൂല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. എല്ലാരും ശ്രദ്ധിക്കുക, ഇതൊരു എക്സ്ക്ലൂസീവ് ആണ്. യാ, ഈ ഡീപ് ലിറ്ററേച്ചർ നിങ്ങൾ തന്നെയല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങൾ നമ്മൾ സീക്രട്ട് ആയിട്ട് ലൈഫിൽ വെക്കണം. എന്നാലും ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എഴുതാൻ അറിയാൻ പാടില്ല, വായിക്കാൻ വായിക്കാൻ അറിയാൻ പാടുണ്ട്. അറിയാൻ പാടുണ്ട് മീൻസ് Yeah. നിങ്ങൾക്ക് അറിയത്തില്ലെന്ന്? ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് പാടാണ് വായിക്കാനും. ഓ, അപ്പം നിങ്ങൾ ഏത് ഭാഷയിലാണ് ഇത് ആദ്യം എഴുതിയത്? പിന്നെ ഇത് തർജ്ജമ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പല ഭാഷകളിലും. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേൾഡ് വൈഡ് ഹിറ്റായ ഒരു സാധനമാണ്. എവിടാണ് എഴുതിയത്? ഞാൻ പറഞ്ഞില്ലേ, ലണ്ടനിൽ ഞാൻ ആ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡിക്രോണിനെ കണ്ടുമുട്ടത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി എഴുതാൻ ഓർത്തപ്പോൾ ഞങ്ങൾ ബാലിയിൽ പോയി ട്രിപ്പ് അടിക്കാൻ. അങ്ങനെ ആ ഊഞ്ഞാൽ അറിയോ, എല്ലാവരും ബാലി പോയിട്ട് ഊഞ്ഞാലില് ഫോട്ടോ എടുക്കണത്. ഓ, സ്റ്റിക്രാനിയുടെ ഇപ്പുറത്ത് അതല്ല, ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ചാക്കട കഴിഞ്ഞിട്ടുള്ള ഭാവം. യാ, അതന്നെ. മനസ്സിലായത് ഫേമസ് ആണല്ലോ, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഞാൻ ആ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ തോന്നിയത്. ഓ മൈ ഗോഡ്. അപ്പൊ തന്നെ ഞാൻ ഡിക്രോണിനെ വിളിച്ചു. അപ്പൊ ഈ തോട്ട് എവിടുന്ന് വന്നു? ഈ തോട്ട് പറയുന്ന സാധനം നിങ്ങക്ക് അറിഞ്ഞൂടാ? നിങ്ങളുടെ ഒരു കോമഡി അല്ലെങ്കിൽ തോട്ടിന്നൊന്നും പറയരുതേ. നിങ്ങളുടെ ഓരോ ഫണ്ണി എലമെന്റ്സ് ആ ബുക്കിൽ ഞാൻ വായിച്ചതാണ്. എന്ത് രസമാണെന്നറിയോ? എലമെന്റ്സ് ഒക്കെ ഞാൻ പണ്ട് കെമിസ്ട്രി ലാബിൽ നിന്നാണ് കേട്ടിരിക്കുന്നത്. ഓ റിയലി ഫണ്ണി. ഇങ്ങനത്തെ ആദ്യത്തെ ആ ഇൻഡെക്സ് തന്നെ ഇങ്ങനെ ഒരു കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല. ഇൻഡെക്സ് പറയുന്നത് ഡാറ്റാബേസിൽ അത് ഇൻഡെക്സ് ആണോ? അല്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് റവന്യൂ ഇതിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് ഈ വർഷത്തെ ഇപ്പൊ 2025 തീരാൻ പോവാണല്ലോ, കണക്ക് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. സോ അതിന്ന് എത്ര നമുക്ക് കിട്ടും? ലൈക്ക് എല്ലാവരെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുമല്ലോ. ഇപ്പൊ ഡിക്രോണിക്കും കൊടുക്കണം, നിങ്ങൾക്കും കൊടുക്കണം. ഇപ്പൊ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വേറെ നിങ്ങളുടെ പേരിലായിരിക്കുമല്ലോ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റവന്യൂവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടല്ല. ഐ എം വെരി റിച്ച്, വെരി വെരി റിച്ച്. അത് ഈ പൈസ എന്തുമാകട്ടെ, അതൊരു എന്റെ കണക്കിൽ അതൊരു ചെറിയ പൈസയാണ്. ഡിക്രോണിക്കും എനിക്കും എന്റെ ഒരു ഡെയിലി ജീവിക്കാനുള്ള പൈസ പോലും അതിന് കിട്ടണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ പണത്തിന് വേണ്ടി അല്ല ഇത് ചെയ്യുന്നതാണ്, റൈറ്റ്? എനിക്ക് പണം ഒരു മാറ്ററേ അല്ല. ബിക്കോസ് പണം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഉദ്ദേശിച്ചത്? പണത്തിന് എന്നെയും ഒരു മാറ്റർ അല്ല. പണത്തിന് മേലെ പരുന്നും പറക്കത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് പറക്കാൻ ചെലവുകളില്ല, അതുകൊണ്ട് പാത്തുമ്മയും പറക്കില്ലെന്നാണോ? ഈ അളഞ്ഞ കോമഡിക്ക് ഞാൻ ചിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇത് പഠിച്ചത് ഒരു ബുക്കിൽ നിന്നാണ്. ഡീപ് ഡിസൂസ എന്ന് പറഞ്ഞ ബുക്കിലാണ് ഇങ്ങനത്തെ പലതരത്തിലുള്ള ഫണ്ണി എലമെന്റ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോ എന്റെ സ്റ്റിക്കാനി സുക്രു എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരാൾ വിൽക്കുന്നു ഈ ബുക്ക്. 1001 ഡീപ് ഡിസൂസകൾ എന്ന് പറഞ്ഞു. അത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ബുക്കാണോ? അല്ലല്ല, മണ്ണെണ്ണ വാങ്ങിച്ചപ്പോ കൂടെ അമ്മയുടെ ഇതില് ഇട്ട് കൊടുത്തതാണ്. അത് വാങ്ങിക്കൊന്നും വേണ്ട, അത് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തു. ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അഭിപ്രായത്തിൽ ഈ ബുക്ക് എല്ലാരും വാങ്ങിക്കണം എന്നാണ്.
അതിപ്പം ഒരു ഓതറിന്റെ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാരും വാങ്ങിക്കണം എന്നല്ലേ പറയുള്ളൂ. ഒരു സംഭവം എഴുതിയിട്ട് വാങ്ങിക്കരുത് എന്ന് പറയാറില്ലല്ലോ. റൈറ്റ്, ഐ മീൻ റൈറ്റ് അല്ലേ? റൈറ്റോ ശരിയോ എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ഓക്കെ, നിങ്ങളെപ്പോലുള്ള വലിയൊരാള് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതും എന്നോട് സംസാരിച്ചതും ഇവൻ ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തതെല്ലാം എനിക്കറിയാം. എല്ലാ ഓഡിയൻസും ഇത് വളരെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ദിവസം തന്നെ. ഞാൻ പറയട്ടെ, ഈ പോഡ്കാസ്റ്റിൽ വരാൻ തന്നെ എനിക്കൊരു കാര്യമുണ്ട്. പറയൂ. അത് ഞാൻ വിളിച്ചോണ്ടാണോ, ഉണ്ണിക്കുട്ടൻ വിളിച്ചോണ്ടാണോ? ഞാൻ പറയട്ടെ, ഞാൻ ലണ്ടനിൽ നിന്ന് ആ കേക്ക് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആനാകൃഷ്ണന്റെ ട്രെൻഡിങ് ഉണ്ടായില്ലേനു, മാംഗോ സ്റ്റിക്ക്. ഓക്കെ, മനസ്സിലായി. കിട്ടി. എന്നിട്ട് അതിനെ കുറിച്ച് ഞാൻ അവിടെ അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ വിട്ട്. എവിടേക്ക്? എങ്ങോട്ട്? ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അത് പോയി കഴിക്കാൻ എന്റെ കയ്യിൽ പൈസ ഞാൻ എന്തിനു ചെലവാക്കണം? നിങ്ങൾ പറയുന്ന ഓരോ സെന്റൻസുകളും അത് വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പലരും എവർഗ്രീൻ ആയിട്ട് പല ജനറേഷൻസിനും ഇത് ആവശ്യമുണ്ട് ലൈഫില്. പല സെൽഫ് ഹെൽപ്പ് ബുക്കായിട്ട് വരെ ഇത് യൂസ് ചെയ്യാറില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ എല്ലാവരും ഇറക്കുന്ന ട്രെൻഡ് നമ്മളത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മേലോട്ട് പോകുന്ന ട്രെൻഡ് താഴോട്ടുള്ള ട്രെൻഡിലെ പിടിച്ചു കഴിഞ്ഞാൽ അത് ട്രെൻഡായിട്ട് മാറും, റൈറ്റ്? എന്നാ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. പത്തുമ, ഇപ്പം എല്ലാ ദിവസവും എല്ലാരും വായിക്കണം എന്ന് വിചാരിച്ചായിരിക്കും ബുക്ക് എഴുതുന്നത്. പക്ഷെ പാത്തുമ്മ അതിൽ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചു, ആരും വായിക്കരുത് എന്ന് ചിന്തിച്ചു. അപ്പൊ അതൊരു ട്രെൻഡായിട്ട് മാറി, റൈറ്റ്? നെഗറ്റീവ് പബ്ലിസിറ്റി, നിങ്ങൾ പറയുന്നത് ഇത് ഒരു നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ എന്തിനെതിരായ സംസാരിച്ചു? നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഞാൻ ചെയ്യുന്നത് എന്ത് ശരിയല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ബിക്കോസ് എല്ലാം തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ സമൂഹത്തിൽ നിങ്ങളെപ്പോലുള്ള വലിയ ഒരു ആൾക്കാർ തരേണ്ട കുറച്ച് കാര്യമുണ്ട്, വാല്യൂസ് ഉണ്ട്. അത് നിങ്ങൾ തരാറില്ല. ഈ തെറ്റ് ശരി എന്ന് തന്നെ നമ്മൾ പഠിച്ചത് ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ടല്ലേ. ഈ സാധനം തെറ്റാണ്, ഈ സാധനം ശരിയാണ്. റൈറ്റ്. അപ്പോൾ എന്താണ് തെറ്റ് ശരി എന്ന് നമുക്ക് പോലും അറിയൂല. ശരിയാണല്ലോ ഫാത്തിമ, നിങ്ങൾക്ക് നല്ല അറിവുണ്ടല്ലേ? അറിവുകളില്ലാത്ത മനുഷ്യരുണ്ടോ? ഉണ്ട്. കൊള്ളാം. ഫാത്തിമയ്ക്ക് എന്താ നമ്മുടെ ടൈം കുറച്ച് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ലിമിറ്റഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അൺലിമിറ്റഡ് ആക്കൂ. നല്ല കോമഡി. ഓഡിയൻസ്, നമുക്ക് നെക്സ്റ്റ് പോഡ്കാസ്റ്റിലോട്ട് ആരെ ഇൻവൈറ്റ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ പാത്തുമ്മയ്ക്ക് കുറച്ചധികം ധൃതി ഉണ്ടായിരുന്നു, ബിക്കോസ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. സ്റ്റിപ്പാക്കി സ്റ്റക്കോണിന് പോകാനുണ്ട് ഫ്ലൈറ്റ്, അത് 8 മണിക്കാണ്. സോ എല്ലാ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് പോഡ്കാസ്റ്റ് എന്നുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ്? റൈറ്റ്. അത് ട്രൈ ചെയ്യണം എനിക്ക്. ട്രൈ ചെയ്യാൻ ഇന്ന് പോകുന്നുണ്ടല്ലേ? പോകുമ്പോൾ ഫ്ലൈറ്റില് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതിലാ പോകുന്ന? ബിസിനസ് ക്ലാസ് എന്തെങ്കിലും? ഫസ്റ്റ് ക്ലാസ് പേഴ്സൺ ആണല്ലേ? റൈറ്റ്. എന്താണ് എന്റെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇനിയുള്ള തലമുറയിലോട്ട് എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് വെക്കുന്നത് സമൂഹത്തിലോട്ട്? അവര് ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. അവർക്ക് ഈ ലോകം കാണാനും കേൾക്കാനും ചെവിയും കണ്ണും എല്ലാം ഉണ്ട്. പിന്നെന്തിനാ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട? എന്നോട് റൂഡായിട്ട് സംസാരിക്കാതെ ഞാൻ ചോദിച്ചത് എന്റെ ഓഡിയൻസിനോട് എന്ത് പറയാൻ പറ്റും? രൂക്ഷമായി സംസാരിക്കരുത് പ്ലീസ്. എന്റെ ഞങ്ങൾ വയറ്റിപ്പഴുപ്പ് കൊണ്ടാണ് ഇതൊക്കെ തുടങ്ങി ഞങ്ങൾ യൂട്യൂബ് ഒക്കെ നടത്തി പോകുന്നത്. ഞാൻ പറയട്ടെ, എല്ലാത്തിനും എല്ലാ കാരണങ്ങളുണ്ട്. ലൈഫാണ്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എവരിതിങ് ഹാസ് എ റീസൺ. അത് വേറെ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും? December 13th ആണെന്ന്. അപ്പം ഇന്നിപ്പോ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നാളെ ന്യൂ ഇയർ 12 മണിക്ക് എല്ലാവരും ആഘോഷിക്കുന്നു. ഇന്ന് വരെ ഞാൻ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടില്ല. ബിക്കോസ്
നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ കലണ്ടർ, ഈ ഡേറ്റ് കാര്യങ്ങൾ. അതെ അതെ. ഷൈനിക അല്ല, ഷൈൻ നോ ഷൈനിക നോ. ഓക്കെ പറഞ്ഞു ഞാൻ ഇന്റർവ്യൂ കണ്ടായിരുന്നു ഈ കലണ്ടറിന്റെ കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാം പലയിടത്തുനിന്ന് കോപ്പി അടിച്ച കാര്യങ്ങളാണ് അല്ലേ സംസാരിക്കുന്നത്? കോപ്പി കാറ്റ്. ഓ റൈറ്റ്. ഓ, അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞ പൂച്ചയല്ലേ? പൂച്ചകൾ പൂച്ചയല്ലേ, അല്ലാതെ പിന്നെ ഡോഗ് ആവൂലല്ലോ. ഓക്കെ, നമുക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനുള്ളതുകൊണ്ട് പോഡ്കാസ്റ്റ് എന്ന് പറയാം. വേറെ ഏതെങ്കിലും ഗസ്റ്റ് അല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് ഇതൊരു നമ്മുടെ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. പാത്തുമ്മ വളരെയധികം ധൃതിയുള്ള ഒരു ആളാണ്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ കമ്മിങ് ഡേയ്സ് നമുക്ക് അടുത്തടുത്ത ഗസ്റ്റുകൾ കാണും, പോഡ്കാസ്റ്റുകൾ കാണും. അപ്പൊ എല്ലാവരും യൂട്യൂബില് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സ്പോട്ടിഫൈയിലാണല്ലോ നമ്മളിത് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് കേട്ട് ഉറങ്ങാൻ പറ്റും, പല അറിവുകളും കിട്ടും, പല വലിയ ആൾക്കാരെ നമുക്ക് ഇതിൽ കൊണ്ടുപോകും. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ? യാ യെസ്. ഇപ്പം സ്പോട്ടിഫൈയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ